വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ പെൻഷനും ആനുകൂല്യങ്ങളും മുടങ്ങിയത് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. എം വിൻസെന്റ് MLA ആണ് വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള ഉപക്ഷേപ നോട്ടീസ് നൽകിയത്. കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയിൽ 17 മാസം പെൻഷൻ കുടിശ്ശികയുണ്ടെന്നും സർക്കാർ തൊഴിലാളികളോട് കാണിക്കുന്നത് വഞ്ചനയാണെന്നും എം വിൻസെന്റ് ആരോപിച്ചു. വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങളായ തൊഴിലാളികൾക്ക് സർക്കാർ നൽകാനുള്ളത് 2200 കോടി രൂപയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. മൂന്ന് ഗഡുക്കൾ കൂടി പെൻഷൻ കൊടുക്കാനുണ്ടെന്നും അത് ഈ സാമ്പത്തിക വർഷം കൊടുക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. ക്ഷേമനിധിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കുറച്ചുകൂടി ചിട്ടപ്പെടുത്തി ക്ഷേമനിധി ബോർഡുകളെ ഉൾപ്പെടെ കുറച്ചുകൂടി ഏകീകരിച്ച് അത് സ്ട്രീംലൈൻ ചെയ്യണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. കാരണം പലതിനകത്ത് ഇരട്ടിപ്പുണ്ട്. അതുകൊണ്ട് ആധാർ ലിങ്ക് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോഴും എതിർ വരുവാണ്. അത് ചെയ്യേണ്ടി വരും. അത് ചെയ്യും. അത് സിസ്റ്റമാറ്റിക് ആകും. പക്ഷേ ക്ഷേമനിധി പെൻഷനുകൾ കുറയ്ക്കില്ല, കൃത്യമായി വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം ഞാൻ പറയാം. സർ, 2011-16 UDF സർക്കാരിന്റെ കാലത്ത് ക്ഷേമനിധി പെൻഷൻ കൊടുത്ത ആകെ എത്ര? 5 വർഷം കൊണ്ട് 9,011 കോടിയാണ് സർ. 9,011 5 വർഷം കൊണ്ട് കൊടുത്തു. 2016-21 LDF സർക്കാരിന്റെ കാലത്ത് ആ ക്ഷേമനിധി പെൻഷൻ 600 രൂപയായിരുന്നത് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല പഴയകാല കുടിശ്ശികയും കൂടി കൊടുത്തു തീർത്തു. അങ്ങനെ ആ കുടിശ്ശിക അടക്കം 35,154 കോടി രൂപ കൊടുത്ത ഒരു മുന്നണിയോടാണ് നിങ്ങൾ പറയുന്നത്. അവിടെ വന്നിട്ട് ഇങ്ങനെ മുതലക്കണ്ണീർ എടുക്കുകയാണ്. LDF ചെയ്യുന്നില്ല.